ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രൊഫൈൽ എൽ ഇ ഡിയും അതുപോലെ തന്നെ പ്രൊഫൈൽ എൽ ഇ ഡി രണ്ട് കളറായിട്ട് ചെയ്തിരിക്കുന്നു, പിന്നെ നോർമൽ എൽ ഇ ഡി. ഈ രണ്ട് സ്ട്രിപ്പിന് നമുക്ക് എങ്ങനത്തെ ആംബിയറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രൊഫൈൽ എൽ ഇ ഡി ആണ് ഈ കൊടുത്തിരിക്കുന്നത്. പ്രൊഫൈൽ എൽ ഇ ഡി അതിൻ്റെ ചാനൽ കാര്യങ്ങളെല്ലാം ജിപ്സം സീലിംഗ് ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്ന നോർമൽ എൽ ഇ ഡി സ്ട്രിപ്പാണ് വരുന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിനും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. നോർമൽ എൽ ഇ ഡി സ്ട്രിപ്പിനുള്ള ആംബിയറും അല്ല പ്രൊഫൈൽ എൽ ഇ ഡി. ഇത് കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ എൽ ഇ ഡി എന്നൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതും ഇതുപോലെ തന്നെ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാകും, അതായത് എൽ ഇ ഡികൾ തമ്മിലൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യും. അതാണ് രണ്ടിൻ്റെയും തമ്മിലുള്ള വെളിച്ചത്തിനും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എൽ ഇ ഡി സ്ട്രിപ്പ് പെട്ടെന്ന് ഏതാണ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് എൽ ഇ ഡികൾ ഭയങ്കരമായിട്ട് അടുപ്പിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും പ്രൊഫൈലിൻ്റെ സ്ട്രിപ്പാണ് വരുന്നത്. എന്നാൽ നോർമൽ എൽ ഇ ഡി സ്ട്രിപ്പാണെങ്കിൽ ഓരോ ലൈറ്റുകൾ ഓരോ എൽ ഇ ഡി തമ്മിൽ ഭയങ്കരമായിട്ട് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം രണ്ടിൻ്റെ ആംബിയർ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് മുന്നേ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഡിസൈൻ കാണാൻ സാധിക്കും. ഒന്ന് വാമും കൊടുത്തിട്ടുണ്ട്, വൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് വാം ലൈറ്റ്സ് ആണ് വരുന്നത്, അതായത് ഒരു മഞ്ഞ കലർന്ന വെളിച്ചം, വൈറ്റിലൂടെ മഞ്ഞ കലർന്ന വെളിച്ചം വരുന്നത് വാം ലൈറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ പ്രൊഫൈൽ എൽ ഇ ഡി, ഇതൊരു കിച്ചണിൻ്റെ ഏരിയ ആണ് വരുന്നത്, അവിടെ നമ്മൾ പ്രൊഫൈൽ എൽ ഇ ഡി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആംബിയർ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ വാട്ട്സ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഇത് നോർമൽ എൽ ഇ ഡി സ്ട്രിപ്പ് കണ്ടോ, ഇത് വരുന്നതല്ല നോർമൽ എൽ ഇ ഡി സ്ട്രിപ്പാണ് വരുന്നത്. അത് ഇത്തിരി ഔട്ട് ഓഫ് ഫാഷനായി കഴിഞ്ഞു. അപ്പുറത്ത് നമ്മൾ വരുന്നത് പ്രൊഫൈൽ എൽ ഇ ഡി. അത് നമുക്കൊരു ആംബിയർ, അതായത് വാട്ട്സ്, അതായത് 12 വോൾട്ടാണ് നമ്മൾ നോർമലി വർക്ക് ചെയ്യുന്ന എല്ലാ എൽ ഇ ഡി സ്ട്രിപ്പുകളും ഉള്ളത്. 12 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ പ്രൊഫൈൽ എൽ ഇ ഡി സ്ട്രിപ്പിന് 1 മീറ്ററിൽ 24 വാട്ട്സാണ് ടോട്ടലി എടുക്കുന്നത്. അത് കറക്റ്റായിട്ട് അത് മെഷർ ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതുമ്പോൾ തന്നെ അതിൻ്റെ പാക്കറ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും. എന്നാൽ സാധാ എൽ ഇ ഡി സ്ട്രിപ്പ് നമുക്കൊരു മാക്സിമം എടുക്കുന്നത് 6 വാട്ട്സ് തൊട്ട് 7 വാട്ട്സ് വരെയാണ് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു മീറ്റർ എൽ ഇ ഡി സ്ട്രിപ്പ് തന്നെ പ്രൊഫൈൽ എൽ ഇ ഡി സ്ട്രിപ്പിന്, ഈ കാണുന്നതാണ് പ്രൊഫൈൽ എൽ ഇ ഡി സ്ട്രിപ്പ്, അതിന് 1 മീറ്റർ നമ്മൾ കൊടുക്കണമെങ്കിൽ മിനിമം 12 വോൾട്ട് 2 ആംബിയർ എങ്കിലും നമ്മൾ മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. 12 വോൾട്ട് 2 ആംബിയർ വരുമ്പോൾ 24 വാട്ട്സായി. അപ്പോൾ ഏകദേശം സെയിമായി. കുറച്ചുകൂടി കൂട്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അതാണ്. പക്ഷേ ഇതിൽ വരുന്ന സമയത്ത് 1 മീറ്ററിൽ 7-8 വാട്ട്സേ വരുന്നുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു മീറ്ററിൽ ഏകദേശം ഒരു ആംബിയർ കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ സാധിച്ചാൽ അത്രയും നല്ലത്. അതായത് ഒരു 12 വോൾട്ട് 1 ആംബിയർ ആവുന്ന സമയത്ത് 12 വാട്ട്സാണ് 1 മീറ്ററിൽ നമുക്ക് എടുക്കുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ അകത്ത് എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മൾ എടുക്കുന്നത് 7 വാട്ട്സ് വരെയാണ് മാക്സിമം എടുക്കുന്നുള്ളൂ, സാധാ നോർമൽ എൽ ഇ ഡി സ്ട്രിപ്പ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ 1 മീറ്ററിന് സാധാ നോർമൽ എൽ ഇ ഡി സ്ട്രിപ്പ് ആണെങ്കിൽ 1 ആംബിയർ കൊടുക്കണം, 12 വോൾട്ട് 1 ആംബിയർ കൊടുക്കണം. എന്നാൽ പ്രൊഫൈൽ എൽ ഇ ഡി ആണെങ്കിൽ 12 വോൾട്ട് 2 ആംബിയർ കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ നോർമൽ വരുന്ന കണക്ക് വരുന്നത്. അതിനേക്കാൾ കുറച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വർക്ക് ചെയ്യും, പക്ഷേ കുറച്ചാളുന്ന സമയത്ത് വോൾട്ടേജ് വേരിയേഷൻസോ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് ബ്ലിങ്കിങ് കാണാൻ സാധിക്കും. ബ്ലിങ്ക് ചെയ്ത് കുറച്ചാൾ കഴിയുമ്പോൾ ആ എൽ ഇ ഡി ഡ്രൈവ് കംപ്ലൈൻ്റ് ആയിപ്പോവും. ഏകദേശം SMS ആണെങ്കിലും ആംബിയർ ഹൈ എടുക്കുന്ന സമയത്ത് ചൂടായി കംപ്ലൈൻ്റ് ആയിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് 1 മീറ്റർ നോർമൽ എൽ ഇ ഡി സ്ട്രിപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് 1 ആംബിയർ 12 വോൾട്ട് 1 ആംബിയറിൻ്റെ എൽ ഇ ഡി സ്ട്രിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അഡാപ്റ്റർ ഉപയോഗിക്കുക. പ്രൊഫൈൽ എൽ ഇ ഡി 1 മീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ 24 വാട്ട്സ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ 12 വോൾട്ട് 2 ആംബിയറിൻ്റെ എങ്കിലും മസ്റ്റായിട്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ 5 മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നോർമൽ എൽ ഇ ഡി സ്ട്രിപ്പ് ആണെങ്കിൽ 5 മീറ്ററിൽ 5 ആംബിയറാണ് എടുക്കുന്നത്, 12 വോൾട്ട് 5 ആംബിയർ. പ്രൊഫൈൽ എൽ ഇ ഡി ആണെങ്കിൽ 5 മീറ്ററിൽ 120 വാട്ട്സ് വരെ എടുക്കുന്നുണ്ട് പ്രൊഫൈൽ എൽ ഇ ഡി. അപ്പോൾ അതിനനുസരിച്ചുള്ള ആംബിയർ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 12 വോൾട്ട് 10 ആംബിയറെങ്കിലും നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.